പരിസര പ്രദേശവും നഗരത്തിലെവിടെയും പൊങ്കാല അടുപ്പിനടുത്തിരിക്കുന്ന സ്ത്രീകളെ കാണാം. ഉടനെ തന്നെ പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത് കാത്തിരിക്കുകയാണ്. എന്തായാലും 9:45 കൃത്യം അരമണിക്കൂർ 10:15 അടുപ്പ് വിട്ട് പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. ഇപ്പോൾ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാം. മന്ത്രിമാരായ GR അനിലുണ്ട്, ദേവസ്വം മന്ത്രി VN വാസനുണ്ട്, MLA മാരായ അതെ. ഇപ്പൊ നോക്കൂ, അവിടെ നമുക്ക് അകത്ത് നിന്ന് ഈ ശുദ്ധികലശം കാണാൻ. മറ്റേ ശുദ്ധപുണ്യാഹം. അതെ, ശുദ്ധപുണ്യാഹം 9:45 കൃത്യസമയം പാലിച്ച് ഓരോ ചടങ്ങുകളും നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ശുദ്ധപുണ്യാഹ ചടങ്ങ് നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അടുപ്പ് പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കുക. അതാണ് 9:45 ആ ചടങ്ങ് നടക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ചടങ്ങോടുകൂടി പൊങ്കാലയുടെ ഔപചാരികമായ പൊങ്കാല ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഈ ശുദ്ധ പുണ്യാഹം കഴിഞ്ഞാൽ ഇനി ക്ഷേത്രത്തിനകത്ത് പൂജകളുണ്ട്. ആ പൂജയ്ക്ക് ഒടുവിലാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീകോവിലിലെ വിളക്കിൽ നിന്നുള്ള തീ പുറത്തേക്ക് എടുക്കുന്നത്. അതിനിടയിൽ അത് തിടപ്പള്ളിയിലും പകരും. ആ തിടപ്പള്ളിയിൽ നിന്ന് വലിയ തിടപ്പള്ളിയിലേക്ക് അവിടെ നിന്നാണ് പുറത്തേക്ക് കൊണ്ടുവരിക. അവിടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ദീപത്തിൽ നിന്നാണ് ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരുക. അത് കൃത്യം 10:15 നടക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പല ഭാഗങ്ങളിൽ ഇത് കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. 10:15 ആ സമയത്ത് വെടിവഴിപാടുണ്ടാകും, വലിയ വെടിക്കെട്ടുണ്ടാകും. ആ സമയത്താണ് ചെണ്ടമേളം ഉണ്ടാകും, അറിയിപ്പുണ്ടാകും, ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രത്യേക അറിയിപ്പുണ്ടാകും. ഇത് മൈക്കിലൂടെ അനൗൺസ്മെന്റായി വന്നതിന് ശേഷം മാത്രമേ തീ കൊളുത്താവൂ എന്നുള്ളതാണ്. ആ മുഹൂർത്തം കൃത്യമായിരിക്കണം എന്നുള്ളതാണ്. എന്തായാലും ചടങ്ങുകൾ വളരെ കൃത്യസമയത്ത് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത്തവണ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നത് ശ്രീജ, സാധാരണ നമ്മുടെ ഈ തോറ്റമ്പാട്ടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പണ്ടാരടുപ്പിന്റെ ആ ഒരു ബൗണ്ടറി ഉണ്ടാകും. ഇത്തവണ 2 ബൗണ്ടറി ഉണ്ട്. ജനപ്രതിനിധികൾ അടക്കം അതിന് പുറത്താണ്. ഒരു വലയത്തിന് പുറത്താണ്. സാധാരണ രീതിയിൽ നമുക്കത് കാണാൻ കഴിയില്ല. നമ്മൾ ചുറ്റുഭാഗത്ത് നിന്നാൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ആൾക്കാരൊക്കെ ചുറ്റും വന്ന് നിൽക്കും. പക്ഷേ ഇത്തവണ അത് രണ്ട് മതിലുകളാക്കി അല്ലെങ്കിൽ 2 ബൗണ്ടറികളാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതിനകത്ത് ഈ പണ്ടാര അടുപ്പും അതിലേക്ക് ദീപവുമായി വിളക്കുമായി വരുന്നവർ മാത്രമേ ഉണ്ടാവൂ. ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളെ നമുക്ക് കാണാം. ജനപ്രതിനിധികളടക്കം അതിന് പുറത്താണ്. അവിടെ നമുക്ക് എല്ലാവരെയും കാണാം. അതെ, അതിനും പുറത്താണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ ശശി തരൂർ MP കാണാം, MLA VK പ്രശാന്തിനെ കാണാം, ഒപ്പം മന്ത്രിമാരായ കളക്ടർ അനുകുമാരി ഉണ്ട്, സബ് കളക്ടർ ആൽഫ്രഡ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന്, കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മേയർ ആര്യ രാജേന്ദ്രനുണ്ട്, ഡെപ്യൂട്ടി മേയർ PK രാജു ഉണ്ട്. അങ്ങനെ VIP-മാരുടെ ഒരു നിര തന്നെ, വലിയ നിര തന്നെയുണ്ട്. ഈ നേരത്തെ അശ്വതി പറഞ്ഞത് കറക്റ്റാണ്. തിരുവനന്തപുരത്തെ ജനപ്രതിനിധികൾ, അതിപ്പോ ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, എല്ലാ നേതാക്കളെയും നമുക്ക് ഒന്നിച്ച് കാണാൻ കഴിയുന്ന ഒരു മൊമെന്റ് ആണ് ആറ്റുകാൽ പൊങ്കാലയുടെ. അതെ, അവരെല്ലാവരും ഒരേപോലെ തോളിൽ കൈയൊക്കെ ഇട്ട് വളരെ സന്തോഷത്തോടെ അവർ സൗഹൃദം പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറ്റുകാൽ. അങ്ങനെ അവരെല്ലാം കാണാറുണ്ട് ആ കാഴ്ച. അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം മേയറെ സംബന്ധിച്ചിടത്തോളം മേയറുടെ രണ്ടാമത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് മേയർ അല്ലെ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള ആ പദവി അതിങ്ങനെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. ഇടയ്ക്കിടെ കുറെ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നതിനപ്പുറത്തേക്ക് പോലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുവരെ മേയറുടെ നേതൃത്വത്തിൽ, കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് ഈ പൊങ്കാലയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ എപ്പോഴും കോർപ്പറേഷന് കഴിഞ്ഞിട്ടുണ്ട്. അഭിമാനകരമായി അവർക്ക് ഒരു പൊങ്കാല കഴിയുമ്പോൾ പറയാം, അത് ഞങ്ങൾ വളരെ ഭംഗിയായി ഈ നഗരത്തിലെത്തിയ എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറയാനാവുന്ന വിധത്തിൽ തന്നെ നഗരസഭാ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൽ അവരെ അഭിനന്ദിച്ചേ മതിയാവൂ. അതിന് അവരെ സഹായിക്കുന്ന ഒരു വലിയ സേന തന്നെയുണ്ട്. ഒരു ഹരിതകർമ്മ സേനയായാലും ഇതുപോലെയുള്ള ഒരുപക്ഷെ ഇന്ന് ഒരിക്കലും ലീവ് കിട്ടാത്തൊരു ദിവസമായിരിക്കും അവർക്ക് എല്ലാവർക്കും, നമ്മളെ പോലെ. അതെ, ഈ ഒരു പൊങ്കാല ദിവസം അവർക്ക് അത്രയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഈ പൊങ്കാല കഴിയും വരെയാണ് നമ്മുടെ ജോലിയെങ്കിൽ അപ്പോഴാണ് അവരുടെ ജോലി തുടങ്ങുന്നത്. അവർ വളരെ ഗംഭീരമായിട്ട് അത് ഇത്രയും ദിവസം ചെയ്ത് ഇത്തവണയും നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും അറിയിപ്പുകൾ ക്ഷേത്ര പരിസരത്ത് നിന്നും ഇപ്പോൾ നൽകുന്നുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം ദേവിയെ പട്ടുടുപ്പിക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ആ സാരി അതൊക്കെ നേർച്ചയാണ്. അതിന് പിന്നീട് അത് ആളുകൾ വാങ്ങി പൂജാമുറിയിലൊക്കെ സൂക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ചടങ്ങ് നമുക്ക് കാണാം. ദേവിക്ക്
പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. നേരത്തെ നമ്മൾ ശുദ്ധപുണ്യാഹം കഴിഞ്ഞ് ഇതാ ദേവിയെ ഒരുക്കുന്നുണ്ട്. ഈ ഒരുക്കി കഴിഞ്ഞ് പൂജകൾക്ക് ശേഷമാണ് പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുന്നത്. അപ്പൊ ഇനി ആ സമയത്ത് ആളുകൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് കൂടെ അറിയാം. അതെ ശ്രീജ, മറ്റൊരു കാര്യമുള്ളത് വലിയ ചൂട്. കഴിഞ്ഞ ദിവസത്തെ നമ്മൾ രണ്ടുപേരും സേഫാണ്, കുറച്ച് സേഫ് ആണെന്ന് പറയാം. അതായത് നമ്മൾ അകത്താണ് നിൽക്കുന്നത്, പക്ഷെ പുറത്ത് നിൽക്കുന്ന ആളുകൾ, പൊങ്കാല ഇടുന്ന ആളുകൾ വളരെ ചൂട് കൂടി വരുന്നു. ഇന്നലത്തെ പോലെ അല്ല ഇന്ന് എന്നുള്ളതാണ്. നല്ല ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണി എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു നല്ല പകൽ ചൂട് കാര്യമായിട്ടുണ്ട്. രേണുകയുള്ളത് അട്ടക്കുളങ്ങരയിലാണ്. അവിടെ എന്താ അവസ്ഥ നമുക്ക് നോക്കാം. രേണുക അട്ടക്കുളങ്ങരയിൽ നിന്നും ചേരുന്നു. രേണു, എന്താ അവിടുത്തെ അവസ്ഥ? ശ്രീജ, അശ്വതി, ഞാനൊരു തണലിടം കണ്ടെത്തി എന്ന് വേണം പറയാൻ. ഞാനിപ്പോൾ സെൻട്രൽ ഹൈസ്കൂളിലാണ്, അട്ടക്കുളങ്ങര ഹൈസ്കൂളിലാണുള്ളത്. ഇതൊരു മിനി കേരളമാണ്. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ സ്ത്രീകൾ ഒരു കോമ്പൗണ്ടിനുള്ളിൽ അവരെ കാണാൻ പറ്റുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്കറിയാം, കുട്ടികൾ കളിച്ചു നടന്നിരുന്ന ഇടത്ത് ഒക്കെയും അവർ കലങ്ങൾ ഒരുക്കി, അടുപ്പ് കൂട്ടി അവിടെ കലങ്ങളുമായി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. ഒരു വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോൾ മിനിറ്റുകളുടെ കാത്തിരിപ്പിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ദേവിക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള സമയമാണ്. ആ പ്രാർത്ഥനയോടുകൂടി അവർ കാത്തിരിക്കുന്നതാണ് കാണുന്നത്. നമുക്കറിയാം, നമ്മൾ രാവിലെ ഏതാണ്ട് ഒരു 7:30 ആയപ്പോൾ മുതൽ തന്നെ വെയിലിന്റെ കാഠിന്യം അനുഭവിച്ചു തുടങ്ങിയതാണ്. ഇവിടെ പക്ഷെ നോക്കൂ, മരമുത്തശ്ശിമാർ തണലൊരുക്കിയിരിക്കുകയാണ്. വളരെ സേഫായി, വളരെ കൂളായി പൊങ്കാല ഇടാൻ പറ്റുന്ന ഒരിടം എന്ന് വേണം നമ്മൾ ഈ സ്കൂളിനെ കുറിച്ച് പറയാൻ. മരമുത്തശ്ശിമാരാൽ സമൃദ്ധമാണ് ഈ സ്കൂൾ. മനോഹരമായ സ്കൂളിന്റെ അങ്കണങ്ങൾ മുഴുവൻ ഈ പൊങ്കാല കലങ്ങൾ നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മെനഞ്ഞാന്ന് മുതൽ ഇവിടം തുറന്നു കൊടുത്തിരുന്നു. അവിടെ അവരുടെ സ്ഥലം ഉറപ്പാക്കിയതിനു ശേഷം അവർ പോയി. ഇന്ന് രാവിലെ പിന്നീട് തിരിച്ചെത്തിയവരൊക്കെ ഉണ്ട്. നമുക്ക് ഇവരോടൊക്കെ തന്നെ ചോദിക്കാം. ഇവിടെ ഒരു 101 കലം ഒരുക്കാനുള്ള തത്രപ്പാടിലാണ്. നേരത്തെ തന്നെ സ്ഥലമൊക്കെ പിടിച്ചിരുന്നു, പക്ഷെ അവസാനവട്ട ഒരുക്കങ്ങൾ നടക്കുകയാണ്. 101 കലം എന്തിനു വേണ്ടിയുള്ളതാ? ഞങ്ങൾ നേർച്ച അമ്മയ്ക്ക് പറഞ്ഞതാ. ഞങ്ങൾക്ക് ആ കാര്യം സാധിച്ചപ്പോ അമ്മയ്ക്ക് 101 കലം ഇടുക. ഞങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? ഞങ്ങൾക്കൊരു വീടിന്റെ സ്ഥലത്തിന്റെയും കാര്യമായിരുന്നു. അതന്നേരം അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടിയപ്പോ അമ്മയ്ക്ക് കേസായിരുന്നു. അപ്പൊ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് കിട്ടിയപ്പോ അമ്മയ്ക്ക് 101 കലത്തിൽ പൊങ്കാല ഇട്ടേക്കാവെന്ന് പറഞ്ഞു. അത് ഇടുക. ഒറ്റയ്ക്ക് നേർന്നതാ? ഞാൻ ഒറ്റയ്ക്ക് നേർന്നതാ. സഹായികൾ 2-3 പേരുണ്ടല്ലോ. ഉണ്ട്. ഞങ്ങൾക്ക് ഇനി 2 കാര്യം കൂടെ നേടാനുണ്ട്. അത് നേടിയ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിൽ ഗംഭീരമായിട്ടിടും. ഇപ്പൊ ഈ ചേച്ചിയെ സഹായിക്കാനാണോ, അതോ നിങ്ങൾക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടോ? അല്ല, ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാം ഒരു വീട്ടിലാരാ. എവിടെ നിന്നാ നിങ്ങൾ എത്തിയത്? ഞങ്ങൾ ഓച്ചിറ. എന്നെത്തി? ഞങ്ങൾ ഇന്ന് 3 ദിവസമായി വന്നിട്ട്. ഈ സ്ഥലം നിങ്ങൾ പ്രത്യേകം കണ്ടുവച്ചാണോ? ഈ മരത്തിന്റെ ഒക്കെ ചെവിട്ടിലായതുകൊണ്ട് സ്ഥിരം വരുന്നതാ. ഇവരുടെ ഒരു സുരക്ഷിത ഇടമാണ്. 101 കലമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് അവർക്ക് ആഗ്രഹം, സഫലീകരണം ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് ആ നേർച്ച അമ്മയ്ക്ക് വേണ്ടി നൽകുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ ഗ്രൗണ്ട് മുഴുവൻ കലങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലും ഓഡിറ്റോറിയത്തിന്റെ അകത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, താഴെയും മുഴുവൻ കലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സ്കൂള് നാളെ തുറക്കുന്നതിന് മുൻപ് തന്നെ ഇവിടമെല്ലാം വൃത്തിയായി. കുട്ടികൾ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത്, അവർ തിരിച്ചെത്തുമ്പോൾ അതേ രൂപത്തിൽ, ഭാവത്തിൽ മിനിറ്റുകൾക്കകം മാറും. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ മണ്ണ് നുള്ളിയിടാൻ ഇടമില്ല എന്ന് പറയുന്നത് പോലെ സ്ത്രീകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. കാരണം നമ്മൾ ഈ നഗരത്തിൽ ചുറ്റും സ്ത്രീകളെ കാണുന്നുണ്ട്, പലയിടങ്ങളിൽ നിന്നെത്തിയ സ്ത്രീകളെ കാണുന്നുണ്ട്. പക്ഷെ ഒരു ഗ്രൗണ്ടിനുള്ളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർ ഒരുമിക്കുന്ന കാഴ്ചയാണ്.